നമുക്ക് ബെഡ്റൂംസ് കാണാം. നമ്മുടെ ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ്. ഈ മാസ്റ്റർ ബെഡ്റൂം ശരിക്കും പറഞ്ഞാൽ നല്ല വിശാലമായ ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതിനകത്തിൽ നമ്മൾ ബെഡ് ക്രമീകരിച്ചിട്ടുണ്ട്, 4 ഡോറിൻ്റെ ഒരു വാർഡ്രോബ് ക്രമീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇരുന്ന് എഴുതണമെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഈ ടേബിൾ ഉപയോഗിക്കാം. അതുപോലെ ഇതിൽ തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. തൊട്ടിപ്പുറത്തായിട്ട്, അതായത് CCTVക്ക് വേണ്ടിയിട്ടാണ് ഈ ടേബിൾ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വാൾപേപ്പേഴ്സിൽ നമ്മളിപ്പോൾ സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ട്. ഈവൻ വാൾപേപ്പേഴ്സും ബ്ലൈൻഡ്സും ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കലുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വാൾപേപ്പർ ഇതാണ് കേട്ടോ. നല്ല രസമുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നല്ല ടൈലിന്റെ ഫിനിഷ് ഉള്ള, മറ്റേ ഓവറായിട്ട് ബ്രൈറ്റ് ആവാത്ത തരത്തിലുള്ള ഒരു സെർട്ടിലായിട്ട് പോകുന്ന തരത്തിലുള്ള ഒരു വാൾപേപ്പർ ആണ്. ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവിടെയാണ് ഉള്ളത്. നല്ല മിനിമൽ ആയിട്ടുള്ള ഒരു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും താഴെയൊക്കെ സ്പേസ് ഉള്ളതുകൊണ്ട് നമ്മുടെ അലിക്കുറിച്ച സാധനങ്ങളെല്ലാം ഇതിൽ കയറും. ആൻഡ് റൂമിനോട് അറ്റാച്ച് ചെയ്ത് നല്ല രീതിയിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാർഡ്രോബും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സ്റ്റേണലി നമുക്ക് അലമാര സാധനങ്ങളൊന്നും വേണ്ട. വേറെ ഒരു സ്റ്റോറേജ് യൂണിറ്റിൻ്റെ കാര്യം നമുക്ക് ഈ ബെഡ്റൂമിൽ വേണ്ട. രാത്രി ആംബിയൻസ് ഇതാണ് ഇവിടുത്തെ. വലിയ ലൈറ്റ് സോഴ്സുകളെല്ലാം പോയാൽ പോലും കണ്ണിലോട്ട് അടിക്കാത്ത തരത്തിൽ, അതെ അധികം കണ്ണിലേക്ക് അങ്ങനെ കയറാത്ത തരത്തിലുള്ള ഒരു LED പാനൽ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടേബിളിലും നമ്മൾ ഇപ്പോൾ ആരെങ്കിലും ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങുന്നവരെ ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മൾ ടേബിളിൽ കിട്ടുന്ന രീതിയിൽ അത് നമ്മുടെ കണ്ണിന് ഒരു കുളിർമ തരുന്ന ലൈറ്റ് ഒരു LED പാനൽ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്.